ഹായ്. AI ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി. ഈ ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം. ഈ തൊഴിലവസരങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നമുക്ക് കുറച്ചും കൂടി പഴയ കാലഘട്ടത്തിലേക്ക് പോവാം. പണ്ട് നമ്മൾ കണക്കുകളൊക്കെ രേഖപ്പെടുത്തിയിരുന്നത് നമ്മൾ പുസ്തകങ്ങളിലായിരുന്നു. എല്ലാ ഡേറ്റാസും നമ്മൾ പുസ്തകങ്ങളിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ നിർബന്ധിതരായി. ഇത് പഠിക്കാൻ നിർബന്ധിതരായി ആ ഒരു ജനതയോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ കുറഞ്ഞു തുടങ്ങി. പിന്നീട് കമ്പ്യൂട്ടർ പ്രബലമായി, അതിൻ്റെ ഒപ്പം തന്നെ മൊബൈൽ വന്നു, കോളിംഗ് സംവിധാനങ്ങൾ വന്നു. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന ലാൻഡ് ഫോൺ കാണാതായി. അതിനുശേഷം എല്ലാവരുടെ കയ്യിലും മൊബൈലുകളായി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബ്രൗസിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അരമണിക്കൂറിനൊക്കെ 10 രൂപ കൊടുത്തിട്ട് 1 മണിക്കൂറിന് 20 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ബ്രൗസ് ചെയ്തിരുന്നു. 30 രൂപയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 50 രൂപയൊക്കെ ചാർജ് ആയിട്ടാണ് ഫൈനലായിട്ട് നിന്നിരുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ നിലനിൽക്കുന്ന ബ്രൗസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ 30 രൂപയൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ ഇന്ന് അതുപോലത്തുള്ള ബ്രൗസിംഗ് സെൻറ്റേഴ്സ് ഇല്ല, ബ്രൗസിംഗ് ഹബ്ബുകളില്ല, ഇൻ്റർനെറ്റ് ഹബ്ബുകളില്ല, ഇല്ലാതായി. ഇന്നും പക്ഷേ ഇൻ്റർനെറ്റ് ഹബ്ബുകൾ ഇല്ല എന്നല്ല, പൂർണ്ണമായിട്ട് ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോഴും തൃശ്ശൂർ ബുൾസ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് ഹബ്ബുകളുണ്ട്. അവിടെ നമുക്ക് DTP ചെയ്യാം, നമുക്ക് ഡിസൈനിങ്ങുകൾ ചെയ്യാം. ഈ പറഞ്ഞ പോലെ പല സംവിധാനങ്ങളും ഇന്നും അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഇല്ലാതായി. കാരണം നമുക്ക് ബ്രൗസ് ചെയ്യാനായിട്ട് ഒരു ബ്രൗസിംഗ് സെൻറ്ററിൽ പോകേണ്ട ആവശ്യമില്ല. മൊബൈലിൽ തന്നെ ബ്രൗസ് ചെയ്യാവുന്ന സംവിധാനമായി. ഇപ്പോൾ 4G വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ആലോചിച്ച് നോക്കും. ഇൻ്റർനെറ്റ് അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലെയായി. അതേപോലെ തന്നെ STD ബൂത്തുകൾ, ലോക്കൽ STD ബൂത്തുകൾ, ISD ബൂത്തുകൾ, ഇതൊന്നും ഇല്ലാതായി. പ്രൈവറ്റ് സ്റ്റാൻഡുകളിൽ പോലും ഇതുപോലത്തുള്ള ബൂത്തുകൾ ഇല്ലാതായി. പിന്നീട് നമ്മുടെ ഇവിടെ റീചാർജ് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. റീചാർജ് പേപ്പേഴ്സ് നമുക്ക് കിട്ടുമായിരുന്നു റീചാർജ് ചെയ്യാനായിട്ട്. അത് സ്ക്രാച്ച് ചെയ്തിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് ഇന്ന് ഗൂഗിൾ പേ സംവിധാനത്തിലേക്ക് വന്നു. ഈ ഗൂഗിൾ പേ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ റീചാർജിന് വേണ്ടിയിട്ട് ഈ പേപ്പർ വിറ്റിരുന്ന ആൾക്കാർ, ഇതിൻ്റെ ഡീലേഴ്സ്, ഇവരൊക്കെ ഇവിടെ പോയി പുതിയൊരു ടെക്നോളജീനെ ആശ്രയിച്ച് അവർ അതിൻ്റെ ഒപ്പം സഞ്ചരിച്ച് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ AI ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഒരു ടെക്നോളജി തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നത്? ഈ ഒരു ടെക്നോളജി തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ 4-5 ദിവസം ഇരുന്ന് വരച്ചുണ്ടാക്കുന്ന ഒരു കാര്യം, അത് ആഡ് ഡിസൈനിങ് ആയിരിക്കാം, അനിമേഷൻ ആയിരിക്കാം, പെയിൻറ്റിങ് ആയിരിക്കാം, എന്തുമായിരിക്കാം, അത് അയാൾ എഴുതിയുണ്ടാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും കൊണ്ട് വിത്തിൻ 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ 10 സെക്കൻഡ്സ് കൊണ്ട് ഇമേജസ് ആയിട്ട് കിട്ടാനുള്ള സംവിധാനങ്ങളായി, അനിമേഷൻസ് ആയിട്ട് കിട്ടാനായിട്ടുള്ള സംവിധാനങ്ങളായതോടുകൂടി ഡിസൈനിങ് ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാരുടെ ജോബ് നഷ്ടപ്പെടാൻ തുടങ്ങി. അവിടെ തൊഴിൽ ക്ഷാമം അനുഭവിക്കാൻ തുടങ്ങി. പ്രോഗ്രാം ബേസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇതുപോലെയുള്ള തൊഴിൽ ക്ഷാമം അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. AI സംവിധാനം എന്ന് പറയുന്നത് ഇനി നാളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് നിർബന്ധിതമാവും. AI എന്ന് പറയുന്ന ഒരു ടെക്നോളജിക്ക് ഒപ്പം സഞ്ചരിക്കാനായിട്ടും ആ ടെക്നോളജി നമ്മൾ പഠിച്ചെടുക്കാനായിട്ടും നിർബന്ധിതമാവും. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ നിർബന്ധിതമായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ടെക്നോളജിക്ക് ഒപ്പം സഞ്ചരിക്കുമ്പോൾ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ടെക്നോളജി വരും. അതായത് ഹോളോഗ്രാം സംവിധാനത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഹോളോഗ്രാം സംവിധാനങ്ങൾ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആയിട്ട്, പ്രോഗ്രാം ബേസ്ഡ് ആയിട്ട്, ഹ്യൂമൻ ആയിട്ട് യാതൊരു ബന്ധമില്ലാതെ സെയിൽസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും. അതിനുശേഷം ഇവിടെ റോബോട്ടിക് സംവിധാനങ്ങൾ വന്ന് ഇവിടെ സെയിൽസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ച് നോക്കും. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാവിയിലേക്കുള്ള പ്രോഗ്രാമുകളാണ്. ഈ പ്രോഗ്രാമുകൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം തൊഴിൽ ക്ഷാമങ്ങൾ അനുഭവിക്കും, ഏത് രീതിയിലാണ് ആ തൊഴിൽ ക്ഷാമം അനുഭവിക്കുക? നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്ന എല്ലാ ഡാറ്റാസും നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്റ്റോറേജിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹ്യൂമൻ എന്ന് പറയുന്നതിൻ്റെ പവർ എത്രത്തോളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കവർ ചെയ്തുകൊണ്ട് പോകാൻ കഴിയും, എത്രത്തോളം അത് ലിമിറ്റഡ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ AI ടെക്നോളജി പഠിക്കാൻ നിർബന്ധിതമാവുകയും എല്ലാവരും AI ടെക്നോളജിയുടെ ഒപ്പം സഞ്ചരിക്കാനായിട്ട് നിർബന്ധിതമാവുകയും ആ ടെക്നോളജി പഠിച്ചെടുക്കുകയും അത് വളരെ സ്വാഭാവികമായിട്ട് മാറുകയും ചെയ്യും. പിന്നീട് പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അതും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഭാവിയിൽ ആലോചിച്ച് നോക്കും, ഓരോ ആൾക്കാർക്കും ഓരോ റോബോട്ടിക് അസിസ്റ്റൻ്റ് ഉള്ളത് ആലോചിച്ച് നോക്കും. ഓരോ വീടുകളിലും ആ റോബോട്ട് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങാൻ നിർബന്ധിതമാവുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. നിങ്ങൾ തന്നെ പറയും, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഐഡിയാസ് പറയും. എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. AI ടെക്നോളജി മനുഷ്യനെയും മറികടന്നുകൊണ്ട് മനുഷ്യനെ നാളെ ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് AI ടെക്നോളജി വളരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ.